നമസ്കാരം. ഇന്ന് മലയാള സിനിമയിലെ മഹാനടൻ എന്ന് അറിയപ്പെട്ടിരുന്ന ചിലരെയൊക്കെ പൊതിഞ്ഞു പിടിക്കുവാനും പിന്തുണ കൊടുക്കുവാനും വേണ്ടിയിട്ട് രാഷ്ട്രീയ കേരളത്തിൻ്റെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ മത്സരിക്കുകയാണ്. അങ്ങ് മന്ത്രി മുതൽ താഴെയറ്റ ബൂത്ത് തലങ്ങൾ വരെയുള്ള രാഷ്ട്രീയ നേതാക്കൾ നവമാധ്യമങ്ങളിലൂടെയും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെയുമൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇക്കൂട്ടരെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഹൈന്ദവ കേരളം ഉറ്റുനോക്കുന്നത് എത്രമാത്രം നികൃഷ്ട മനസ്സിൻ്റെ ഉടമയായിട്ടാണ് ഇക്കൂട്ടർ ഈ കലയെന്ന് പറയുന്ന ഈ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുവിനെ വികലമാക്കുവാൻ വേണ്ടിയിട്ട് ഈ ഹിന്ദു ധർമ്മത്തിനെതിരായിട്ട് ഈ കേരളത്തിൽ പ്രവർത്തിച്ചത് നാളിതുവരെ ഹിന്ദുവിൻ്റെ പിന്തുണയോടുകൂടിയിട്ട് വളർന്നു വന്ന് കലാകാരനായി വളർന്നു വന്ന് ഹിന്ദുവിൻ്റെ ആശീർവാദത്തോടു കൂടിയിട്ട് അഭിനയത്തിൽ തിളങ്ങി നിന്നുകൊണ്ട് ഹിന്ദുവിൻ്റെ പണം ഉപയോഗിച്ച് വളർന്നിട്ട് ഹിന്ദു സമാജത്തെ ദുർബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എത്ര കണ്ടിവർ പരിശ്രമിച്ചു എന്നുള്ള വിഷയത്തിൽ വളരെ ആശ്ചര്യത്തോടു കൂടിയിട്ട് ഹൈന്ദവ കേരളം ഇന്ന് ഉറ്റുനോക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഇന്ന് ആദ്യമായിട്ടല്ല ചർച്ചകൾ ഉയർന്നു വരുന്നത്. കേരളത്തിലെന്നല്ല മുഴുവൻ ഭാരതത്തിലും ജിഹാദിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരികയും ഇതിനെ കൃത്യമായിട്ട് പൊതുസമൂഹം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വ്യാപകമായിട്ടുള്ള ചർച്ചകളും അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിറയുമ്പോൾ കൃത്യമായിട്ട് ആരും ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള ഒരു മാർഗത്തിലൂടെ ഈ കലയുടെ രൂപത്തിൽ സമൂഹത്തിൽ ഭിന്നത വളർത്തുവാനും സമൂഹത്തിൽ ഇവിടുത്തെ തനതു സംസ്കാരത്തെ നശിപ്പിക്കുന്ന തരത്തിൽ ഈ കലയെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കൃത്യമായിട്ട് ഒരു അജണ്ട ആസൂത്രിതമായിട്ട് തയ്യാറാക്കി നടപ്പിലാക്കി എന്നുള്ളതാണ് ഈ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിനിമയെ നാം കലയെന്നുള്ള രീതിയിൽ കാണുമ്പോൾ, കലാകാരൻ്റെ സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് കാണുമ്പോൾ കലാകാരനെ ബഹുമാനിക്കുവാനും ആ കലയെ സ്നേഹിക്കുവാനുമാണ് മലയാളിയുടെ മനസ്സിൽ പ്രേരണ നൽകുന്നത്. പക്ഷേ ഈ കലയുടെ രൂപത്തിൽ കല പ്രതിനിധീകരിക്കുന്നത് മതപരമായിട്ടുള്ള ചില ഗൂഢലക്ഷ്യങ്ങളുടെ പിന്നിലാണ് ഈ കലയുടെ സൃഷ്ടി എന്നറിയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് പല ആവർത്തി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, നാം കേട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ സിനിമാ മേഖലകളിൽ പിടിമുറുക്കിയ ജിഹാദി ബന്ധത്തെക്കുറിച്ച്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ഈ ഫിലിം ഇൻഡസ്ട്രിയെ ഇന്ന് കൈപിടിച്ച് മുന്നോട്ട് നടത്തുവാൻ വേണ്ടിയിട്ട് വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെ ജിഹാദി തീവ്രവാദം ഇന്ന് യഥാർത്ഥത്തിൽ മലയാള സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നു എന്നുള്ള നേരിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ പുറത്തു വരുന്നത്. കൃത്യമായിട്ട് ഇത്തരത്തിൽ വലിയ സ്വാധീനം ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിലെ മതതീവ്രവാദികൾ കേരളത്തിലെ സിനിമാ മേഖലയിൽ ചെലുത്തിയതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളുമൊക്കെ ഉയർന്നു വരുന്നത്. ചില പ്രധാനപ്പെട്ട നടന്മാരെ കേന്ദ്രീകരിച്ച് ചില പ്രധാനപ്പെട്ട നടന്മാർ അഭിനയിക്കുന്ന വേഷങ്ങൾ, ആ തരത്തിലുള്ള വേഷങ്ങൾ മറ്റു മതങ്ങളെ വികൃതമാക്കുന്ന തരത്തിലുള്ള ചില വേഷങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച് പ്ലാൻ ചെയ്ത് അത്തരത്തിലുള്ള തിരക്കഥയുണ്ടാക്കി ആ കഥയെ കൃത്യമായിട്ട് സംവിധാനം ചെയ്ത് സമൂഹത്തിൽ തിയേറ്ററുകളിലൂടെ അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മതത്തെ വികലമാക്കുന്ന തരത്തിലുള്ള സന്ദേശം സമൂഹത്തിന് നൽകുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കലയുടെ രൂപത്തിൽ ഈ നാടിൻ്റെ ദേശീയതയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കം എന്ന് തന്നെയാണ്. ഇത് പുറത്തു വരാതെയും ഇത് ചർച്ച ചെയ്യപ്പെടാതെയും ഇരിക്കുകയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ഈ തീവ്രവാദികളുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ധർമ്മത്തിനാണ് അന്തിമ വിജയം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇന്ന് കേരളത്തിൽ, ഈ വർത്തമാന കേരളത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ട് ദേശബോധമുള്ള ദേശതാൽപര്യമുള്ള ധർമ്മബോധമുള്ള ഹൈന്ദവ സമാജത്തിന്
കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള നടന്മാരെയും ഇത്തരത്തിലുള്ള നടന്മാരിലൂടെ സമൂഹത്തിൽ ആവിഷ്കരിക്കപ്പെടുന്ന കലയുടെ പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ദുഷിച്ച മതവിദ്വേഷം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് ദോഷമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള വികലമായിട്ടുള്ള സങ്കല്പങ്ങളെ കൃത്യമായിട്ട് ബഹിഷ്കരിക്കുവാനുള്ള ഒരു അവസരം കൂടി നമുക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ സമൂഹം ബോധവാന്മാരാവുകയും ഇത്തരത്തിൽ വികലമായിട്ട് ഏതെങ്കിലും രാജ്യത്ത് നിന്ന് സാമ്പത്തിക സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്ന ജിഹാദി തീവ്രവാദികളുടെ ചട്ടുവങ്ങളായി മാറിക്കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സിനിമാ ലോകത്തെ മത തീവ്രവാദികളുടെ കൂട്ടുകാരെ തിരിച്ചറിയാനും അവരെ ബഹിഷ്കരിക്കുവാനും നമുക്ക് കൃത്യമായി സാധിക്കണം. അതിനുള്ള അവസരങ്ങളാണ് ഈ ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.